ആദ്യം തന്നെ പറയട്ടെ, ബിരിയാണി എന്നത് ഭക്ഷണമാണ്, കൺസെന്റ് അല്ല. പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന 370 രൂപയുടെ ബിരിയാണി പരാമർശത്തെ പറ്റിയാണ്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രണീത് മോറെ നടത്തിയ ഒരു ലൈവ് ഷോയ്ക്കിടയിൽ കാണികളിൽ ഒരാൾ നടത്തിയ പരാമർശങ്ങളാണ് വിവാദങ്ങളുടെ തുടക്കം. ഹിമാൻഷു ജാഗ്ര എന്ന 22-കാരനാണ് തനിക്കുണ്ടായ ഒരു ഡേറ്റിംഗ് അനുഭവം പങ്കുവച്ചത്. ഒരു പെൺകുട്ടിയുമായി ഡേറ്റിംഗിന് പോയതും 370 രൂപ കൊടുത്ത് ചിക്കൻ ബിരിയാണി വാങ്ങി നൽകിയതും ഭക്ഷണം കഴിഞ്ഞ് പെൺകുട്ടി തന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ പണം മുടക്കിയതാണ്, അത് മുതലാക്കണമെന്നുമായിരുന്നു ഇയാളുടെ പരാമർശം. അതായത് പൈസ ചെലവാക്കിയ സ്ഥിതിക്ക് അതിനു പകരമായി ഫിസിക്കൽ ഇന്റിമസി പ്രതീക്ഷിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന തരത്തിൽ. ഇത് കേട്ട് സദസ്സിലുള്ളവരും കൊമേഡിയനായ പ്രണീതും പൊട്ടിച്ചിരിച്ചു. മാത്രമല്ല പി ഗുഡ്ഗാവ് കണ്ടന്റ് എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും യുവാവിന് പ്രണീത് 5000 രൂപ സമ്മാനവും നൽകി. പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സംവാദങ്ങളും ഉയർന്നതോടെ പരാമർശം നടത്തിയ യുവാവിനെ ജോലിയിൽ നിന്നും പുറത്താക്കി. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തെറ്റായി പോയെന്ന് കാട്ടി ഹിമാൻഷുവും കൊമേഡിയൻ പ്രണീതും ഇൻസ്റ്റഗ്രാമിലൂടെ ക്ഷമാപണം നടത്തുകയും ചെയ്തു. വൻതോതിൽ ഉയർന്ന ജനരോക്ഷത്തിന് പിന്നാലെ പ്രണീതിന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപേക്ഷിക്കേണ്ടത് പോലും വന്നു. സംഭവം വളരെ വിചിത്രമാണെന്നോ ഒറ്റപ്പെട്ടതാണെന്നോ ആരും കരുതുന്നുണ്ടാകില്ല. കാരണം ഇതാദ്യമായല്ല സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ മറ്റാരിൽ നിന്നും ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെയും പലരും പലവട്ടം പലതരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വിചിത്രമെന്നോ ഒറ്റപ്പെട്ടതെന്നോ നാക്കുപിഴയെന്നോ പറഞ്ഞ് തള്ളാൻ കഴിയുകയുമില്ല. താൻ സ്ത്രീവിരുദ്ധനല്ലെന്നും പരാമർശം ചോദ്യം ചെയ്യാതെ പോയത് വലിയ തെറ്റാണെന്നും കാട്ടി മാപ്പ് പറയുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ തീർന്നോ? ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടി രക്ഷപ്പെട്ടാൽ കാര്യം കഴിഞ്ഞോ? അത്തരം കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാനോ നോർമലൈസ് ചെയ്യാനോ ആഗ്രഹിക്കില്ലെന്ന് പറഞ്ഞ് തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്തതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിച്ചോ? ഒരു കൂട്ടം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് സമൂഹത്തിന് മോശം സന്ദേശം നൽകുമെന്നത് ഈ കാലഘട്ടത്തിലും പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നത് സമൂഹത്തിന്റെ ഗതികേട് തന്നെയാണ്. ഭക്ഷണമോ മറ്റെന്തെങ്കിലും ആകട്ടെ, 370 രൂപയോ 37,000 രൂപയോ അതിൽ കൂടുതലോ ആയാലും സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെയും കൺസെന്റിന്റെയും വിലയിടുന്നതിലെ വിവരക്കേടിനെ ഇക്കൂട്ടരെ ഇനിയും എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ്? പ്രശ്നം 370 രൂപയുടേതല്ല എന്ന് ഇവരെ ഇനിയും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം സാധാരണവൽക്കരിക്കപ്പെടുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ വീഡിയോ. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ സമൂഹത്തിൽ ലിംഗവിവേചനവും അസമത്വവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് സമൂഹത്തിന് മോശം സന്ദേശം നൽകുമെന്ന് തിരിച്ചറിയേണ്ടതും വളരെ പ്രധാനമാണ്. ഏതൊരു കലാരൂപത്തിനും കലാകാരനും സാധാരണ മനുഷ്യർക്കും സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്. അത് തങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രാവർത്തികമാക്കേണ്ടത് ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വവുമാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം സമൂഹം ഇങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കും.